കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചൂടേറിയ വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തഞ്ചാവൂരിലെ രാജരാജ ചോഴൻ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിച്ചു എന്നുള്ളതാണ്. ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിച്ച ശേഷം വീണ വിജയൻ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം വീണ വിജയൻ തന്റെ നെറ്റിയിൽ ചാർത്തിയിരിക്കുന്ന കുറി മായ്ച്ച ശേഷം ഒരു ഫോട്ടോ എടുക്കുന്നു. ഇതാണ് ഈ വിഷ്വൽസ് ആണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിച്ചത്. അതേസമയം ഈ ബൃഹദേശ്വര ക്ഷേത്രത്തിനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള ഒരു ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ആ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ രാഷ്ട്രീയക്കാർ, ആ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ രാഷ്ട്രീയക്കാർ പോകാൻ ഭയപ്പെടുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഈ ഐതിഹ്യം. എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പോകാനായി ഭയപ്പെടുന്നത്? അല്ലെങ്കിൽ അതുവഴി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോയാൽ ആ ക്ഷേത്രത്തിലേക്ക് അവർ ദർശിക്കാൻ പോലും ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിന് ഒരു ചരിത്രമുണ്ട്. അതായത് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ രാഷ്ട്രീയ സുമനസ്സുകൾ ഭയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ക്ഷേത്രം ഇതിനു മുമ്പ് സന്ദർശിച്ച രാഷ്ട്രീയക്കാരും തന്നെ ജീവിച്ചിരുന്നിട്ടില്ല, അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അവരുടെ പൊളിറ്റിക്കൽ കരിയർ പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു മിത്തായി തന്നെ നിലനിൽക്കുന്നു. എന്താണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. 1980 ഉരുത്തിരിഞ്ഞു വന്ന ഒരു വിശ്വാസമാണ് ഇത് എന്നും കരുതപ്പെടുന്നു. ഇനി നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഈ വിശ്വാസം 1980കളിൽ ഉണ്ടായതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർ, അത് ഏത് പാർട്ടി ആയിരുന്നാലും ശരി തന്നെയാണ്, ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഭാവി ഉണ്ടാകില്ല, അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസം. പ്രധാനമായും ഇതിന്റെ കിഴക്കേ കവാടത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ ആ കവാടത്തിലൂടെ കടക്കുന്ന ആൾക്കാർക്ക് പിന്നീട് വലിയ രീതിയിലുള്ള മാനഹാനിയും ജീവഹാനിയും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പ്രവേശിക്കണമെങ്കിൽ അവർ സാധാരണയായി തൊട്ടടുത്തുള്ള ശിവഗംഗ പാർക്കിലൂടെ വടക്ക് വശത്തുള്ള സൈഡ് പ്രവേശന കവാടമാണ് സാധാരണ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത്. ശിവഗംഗ കുളം മുതൽ ക്ഷേത്രത്തിലേക്കുള്ള പൂജാ ചടങ്ങുകൾ മുതലായവയ്ക്കായി വിശുദ്ധ തീർത്ഥം കൊണ്ടുവരുന്ന അതേ പ്രവേശന കവാടമാണ് ഇത്. ഈ പ്രത്യേക കവാടം നൂറ്റാണ്ടുകളായി അവിടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി ഇവിടെ സന്ദർശിച്ച ചില രാഷ്ട്രീയക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതും കൂടെ പറയാം. 1984 ഒക്ടോബർ 31 ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് സമീപം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുകയാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നതിന് മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ്, അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MGRനൊപ്പം ഈ ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അന്ന് പ്രധാന പ്രവേശന കവാടത്തിലൂടെ കയറിയാണ് ഈ ക്ഷേത്രം ഇന്ദിരാഗാന്ധി സന്ദർശിച്ചത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി പിന്നീട് വെടിയേറ്റ് മരിക്കുന്നത്. അതിനുശേഷം MGRനും സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് അതാണ്. മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രശസ്ത തമിഴ് നടനുമായിരുന്ന MGR അതേ വർഷം, അതായത് ഇന്ദിരാഗാന്ധിയുടെ കൂടെ അതിനകത്ത് പ്രവേശിച്ചിരുന്നു. അതിനുശേഷമാണ് MGR വൃക്ക തകരാറ് മൂലം ഗുരുതരാവസ്ഥയിലായത്. 3 വർഷത്തിന് ശേഷം അദ്ദേഹം 1987 ഡിസംബറിൽ സംസ്ഥാന മുഖ്യമന്ത്രിയായിരിക്കെ മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കേസ് 2010 സെപ്റ്റംബർ ക്ഷേത്രം സന്ദർശിച്ച ഏറ്റവും വലിയ നിരീശ്വരവാദിയും യുക്തിവാദിയുമായിരുന്ന കലൈഞ്ഞർ കരുണാനിധിയുടേതാണ്. ഇപ്പോഴിരിക്കുന്ന നമ്മുടെ സ്റ്റാലിൻ്റെ അച്ഛനാണ് കലൈഞ്ഞർ കരുണാനിധി. അദ്ദേഹം DMKയുടെ സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം നിരീശ്വരവാദിയും യുക്തിവാദിയുമാണ്. എന്തായാലും അദ്ദേഹം ദ്രാവിഡ രാഷ്ട്രീയക്കാരനായ അദ്ദേഹം അവിടെ പാർക്ക് വശത്തുള്ള പ്രവേശന കവാടത്തിലൂടെയാണ് ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. കിഴക്കേ കവാടത്തിലൂടെ അദ്ദേഹം പ്രവേശിക്കാനായി തയ്യാറായില്ല എന്നുള്ളതാണ്. നന്ദിയെയും പിന്നിലെ പ്രധാന ശ്രീകോവിലിനെയും കരിക്കാതിരിക്കാനാണ് പ്രധാന കവാടമായ കേരളത്തൻ വാസലിലൂടെ പ്രവേശിക്കുന്നത് അദ്ദേഹം ഒഴിവാക്കിയത്. ആ വശത്തെ കവാടത്തിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ നേരിട്ട് പോലും അദ്ദേഹം നോക്കിയില്ല. അതിന് അദ്ദേഹത്തിന് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ലഭിച്ചിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു വലിയ ക്ഷേത്രത്തിലാണ്, അതായത് രാഷ്ട്രീയക്കാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കുമെന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിലാണ് ഇപ്പോൾ വീണ വിജയൻ ദർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പിണറായി വിജയൻ അല്ല അവിടെ ദർശനം നടത്തിയിരിക്കുന്നത്, വീണ വിജയനാണ് അവിടെ ദർശനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പിണറായിക്ക് എന്തെങ്കിലും വരുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടി പറയാൻ നമ്മൾ ആളല്ല. കാരണം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഈ സംഭവം എന്ന് പറയുന്നത് തന്നെ ഒരു ഐതിഹ്യമാണ്, ഒരു മിത്താണ് എന്നുള്ളതാണ്. അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണണമെന്നാണ് പല ആൾക്കാരുടെയും അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.